വെൽക്കം ടു ജയ്ലേൺ നെറ്റ് ചാനൽ. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇതാണ് നമ്മളുടെ ഡിസംബറിൽ നെറ്റ് എക്സാമിൻ്റെ നോട്ടീസ് വന്നിട്ടുള്ളത്. നവംബർ 19 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് പറയുന്നത്. ഡിസംബർ നെറ്റ് എക്സാം എന്ന് പറയുന്നത് ഇത്തവണ ജനുവരിയിലാണ് നടക്കുന്നത്. ഓക്കെ, ഡിസംബർ നെറ്റ് എക്സാം എന്ന് പറയാൻ കാരണം എന്താണ്? 2 തവണയാണ് പൊതുവേ നെറ്റ് എക്സാം നടക്കാറ്, ജൂൺ ജൂലൈ സമയത്തും ഡിസംബർ ജനുവരി സമയത്തും. ഇത്തവണ ജനുവരിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ഓഫ് ദി ഓൺലൈൻ പോർട്ടൽ ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, ഓൺലൈൻ പോർട്ടൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു. എന്തിനാണ്? ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനാണ്. UGC നെറ്റ് ഡിസംബർ 2024 എക്സാമിൻ്റെ. 2024 ഡിസംബർ എന്ന് പറയുമ്പോഴും ജനുവരിയിലാണ് എക്സാം നടക്കുന്നത്. നമുക്കപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. സബ്മിഷൻ 19 നവംബർ തൊട്ട് 10 ഡിസംബർ വരെ ടൈം ഉണ്ട്. 10 ഡിസംബർ വരെ ഒരിക്കലും കാത്തിരിക്കരുത്, എപ്പോഴും പറ്റുന്ന മിസ്റ്റേക്കാണ്. അവസാനം ആകുമ്പോൾ ഇന്ത്യ നാഷണൽ ലെവലിലുള്ള എല്ലാവരും, ഓൾ ഇന്ത്യ എക്സാം ആണ്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലേ, ഓൾ ഇന്ത്യ ലെവലിലുള്ള എല്ലാവരും കൂടി വന്നിട്ട് സെർവർ ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്, സെർവർ ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഓൾവേസ് ഡു ഇറ്റ് എ ലിറ്റിൽ ഏർലി. ഓക്കെ, കാരണം സൈൻ അപ്ലോഡ് ചെയ്യാനുണ്ട്, ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോഴൊക്കെ എന്താണ്, നമുക്കതൊക്കെ നേരത്തെ ചെയ്താൽ മാത്രമേ ആ വെബ്സൈറ്റിന് ചേരുന്ന സൈസിലുള്ള ഫോർമാറ്റിലുള്ള സിഗ്നേച്ചറും JPG ഇമേജും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റി ഞാൻ വഴിയെ പറയാം. ലാസ്റ്റ് ഡേറ്റ്, ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒരു ദിവസം കൂടെ തന്നിട്ടുണ്ട്, 11 ഡിസംബർ വരെ. പക്ഷെ അതൊക്കെ നേരത്തെ ചെയ്ത് വെക്കുക. രണ്ടും ഒരു 5 ഡിസംബറിന് മുൻപൊക്കെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. കറക്ഷൻ നടത്താനായിട്ട് നമുക്ക് 12 മുതൽ 13 വരെ ടൈം ഉണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടോ, നമ്മൾ ഫൈനൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അത് പ്രിന്റ് എടുത്ത് നമുക്ക് വെക്കാം, അല്ലെങ്കിൽ PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കാം. പിന്നീട് നോക്കുമ്പോഴായിരിക്കും വയസ്സ് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത സബ്ജക്റ്റ് ചിലർക്ക് മാറിപ്പോയിട്ടുണ്ട്. അപ്ലൈഡ് ഫോർ PhD എൻട്രൻസ് മാത്രം, നെറ്റ് മാത്രം, നെറ്റും PhD എൻട്രൻസും JRFും കൂടെ ചേർത്ത് അപ്ലൈ ചെയ്യാനൊക്കെ ചിലപ്പോൾ ചിലർ മറന്നു പോകും. അങ്ങനെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 12 ഡിസംബർ തൊട്ട് 13 ഡിസംബർ വരെ പിന്നെയും ടൈമുണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം ടൈമുണ്ട്. സിറ്റി എവിടെയാണ് നടക്കുന്നത്, നമുക്ക് പല സിറ്റികൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എറണാകുളം ചൂസ് ചെയ്യാം, എറണാകുളത്തിനടുത്തുള്ള ഇടുക്കി ചൂസ് ചെയ്യാം, കോഴിക്കോട് ചൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ സിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഏത് സിറ്റിയാണ്, ഏത് സെൻറ്ററാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് ഉറപ്പില്ല. ഏറ്റവും അടുത്തുള്ള 3 സെൻറ്ററുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഏതാണ് കിട്ടുന്നത് എന്നുള്ളത് വഴിയെ അവർ അറിയിക്കും. ടു ബി ഇൻറ്റിമേറ്റഡ് ലേറ്റർ, പിന്നീട് അറിയിക്കും. ഡൗൺലോഡിങ് ഓഫ് അഡ്മിറ്റ് കാർഡും പിന്നീടാണ്. അതൊക്കെ അതൊക്കെ സിറ്റി ഇൻറ്റിമേഷൻ വന്നിട്ട് മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. ഡേറ്റ് 1 ജനുവരി തൊട്ട് 19 ജനുവരി വരെയാണ്. മാറില്ല എന്നാണ് നമ്മളുടെ വിശ്വാസം, പക്ഷെ ചെറിയ രീതിയിൽ മാറിയേക്കാം. എനിവേസ് ബി പ്രിപ്പയർഡ് ടു റൈറ്റ് ദി എക്സാം ഓൺ 1 ജനുവരി. 1 ജനുവരിയിൽ എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കുക. സെൻറ്റർ, ഡേറ്റ്, ഷിഫ്റ്റ് ഒക്കെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കും. ഓൾറൈറ്റ്, വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റ് ആണ് UGC നെറ്റിൻ്റെ എല്ലാ സ്റ്റുഡൻസും കാണാപ്പാഠം പഠിച്ചിരിക്കേണ്ടത്. എന്താണ്? ugcnet.nta.ac.in. ഓക്കെ, ugcnet.nta.ac.in. നിങ്ങൾക്ക് നെറ്റിൻ്റെ എന്ത് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും ആ വെബ്സൈറ്റിൽ പോയാൽ വളരെ ക്ലിയർ ആയിട്ട്, വളരെ ബ്രീഫായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും, ലിങ്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് വന്നോ, നോട്ടിഫിക്കേഷൻ വന്നോ, ആൻസർ കീ വന്നോ, റിസൾട്ട് വന്നോ, ഇനി നിങ്ങൾ നെറ്റ് പാസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വന്നോ, കട്ട് ഓഫ് മാർക്ക് എത്രയാണ്, എല്ലാ ഡീറ്റെയിൽസും എവിടെയുണ്ട്? ugcnet.nta.ac.in. ആ സൈറ്റിൽ പോകാനും ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം എടുക്കാനും നോട്ടിഫിക്കേഷൻസ് കാണാനും ഒക്കെ നിങ്ങളെ ഈ വീഡിയോയിലൂടെ ഞാൻ പഠിപ്പിക്കാം. അറിയാത്തവരോടാണ്. ആപ്ലിക്കേഷൻ ഫീ ജനറൽ കാറ്റഗറിക്ക് വരുന്നത് 1150, ജനറൽ EWS OBC NCL കാറ്റഗറിക്ക് 600, SC/ST തേർഡ് ജെൻഡറുകാർക്ക് 325 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈറ്റിലാണ് നമുക്ക് പോവേണ്ടത്. ആ ഒരു സൈറ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നോക്കൂ, ഇതാണ് നമ്മളുടെ വെബ്സൈറ്റ്. എല്ലാ UGC നെറ്റ് സ്റ്റുഡൻസും ഈ ഒരു വെബ്സൈറ്റ് ആയിട്ട് ഫെമിലിയർ ആയിരിക്കണം. നോക്കൂ, ugcnet.nta.ac.in. ഫേക്ക് വെബ്സൈറ്റുകളിൽ പോകരുത്. ugcnet.nta.ac.in. ഈ ഒരു വെബ്സൈറ്റ് ആണ് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ UGC നെറ്റിന്റെ വെബ്സൈറ്റ് ആണ്. നെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു സൈറ്റിൽ നിന്നാണ്. പിന്നെ എന്താണ്, പബ്ലിക് നോട്ടീസസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, ന്യൂസ് ആൻഡ് ഇവന്റ്സ് എന്ന് പറയുന്ന വേറെ വിഭാഗമുണ്ട്, കാൻഡിഡേറ്റ് ആക്ടിവിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെ ഡൗൺലോഡ് കാർഡ്, അഡ്മിറ്റ് കാർഡ് ചെയ്യാൻ, ഡൗൺലോഡ് ചെയ്യാം. പബ്ലിക് നോട്ടീസ് നോക്കാം. ഇവിടെ ആദ്യം തന്നെ നമ്മൾ നേരത്തെ കണ്ട നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വച്ചേക്കുക. എല്ലാവരും നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ സൈറ്റായിട്ട് എന്ത് ചെയ്യുക, ഫെമിലിയർ ആകുക, ഫെമിലിയറൈസ് ചെയ്യുക.
കഴിഞ്ഞ ജൂൺ 2024 സബ്ജക്ട് കാറ്റഗറി വൈസ് കട്ട് ഓഫും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ വന്നിട്ടുള്ള ഒരു നോട്ടീസാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഏതൊരു ലെവലിൽ വർക്ക് ചെയ്യണം എന്ന് മനസ്സിലാക്കാം. ഇപ്പം ഇംഗ്ലീഷിനാണെങ്കിൽ ഒരു കട്ട് ഓഫ് ആണ്, എക്കണോമിക്സിനാണെങ്കിൽ വേറൊരു കട്ട് ഓഫ് ആണ്, കൊമേഴ്സിനാണെങ്കിൽ വേറൊരു കട്ട് ഓഫ് ആണ്. നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് കട്ട് ഓഫ് മാറുന്നുണ്ട്. JRFന് വേറൊരു കട്ട് ഓഫ് ആണ്, ഈ പറഞ്ഞ സബ്ജക്ട്സിനൊക്കെ. അപ്പോൾ നമ്മൾ ഏത് ലെവലിൽ വർക്ക് ചെയ്യണം, അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ ഓൾവേസ് ഡൗൺലോഡ് ദിസ് ആൻഡ് സി. ഓക്കെ, എങ്ങനെയാണ് നമുക്കിനി രജിസ്റ്റർ ചെയ്യാം? ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് UGC നെറ്റ് ഡിസംബർ 2024. ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ ലോഗിൻ. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ഫോണിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫോണിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെയ്യുക, അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ സെന്ററിൽ എവിടെയെങ്കിലും പോയാൽ അരമണിക്കൂറിൻ്റെ കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഓൾറെഡി വന്നിട്ടുള്ളത് ഓൺലി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ലോഗിൻ ഹിയർ. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്കുള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ രജിസ്റ്റർ ചെയ്യാത്തവരാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ ആണ് നോക്കേണ്ടത് ആദ്യമായിട്ട് എടുക്കുന്നവർക്ക്. സ്റ്റെപ്പ് 1 എന്താണ്? അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ. ഓൺലൈൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. പിന്നെ എക്സാമിനേഷൻ്റെ ഫീ അടയ്ക്കുക. ഈ 3 സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ അതാണ് ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ. ഓക്കെ, ന്യൂ കാൻഡിഡേറ്റ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷന് പോകും. ഇവിടെ ഇതിൻ്റെ ഹെഡിങ് എന്താണ്? ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം. ഇവിടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കിട്ടും. ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ എന്താണുള്ളത്? എന്താണ് ഈ നെറ്റ് എക്സാം, അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, കട്ട് ഓഫ് എന്താണ്, അങ്ങനെയുള്ള ഫുൾ കാര്യങ്ങളും ഇൻഫർമേഷൻ ബുള്ളറ്റിനുണ്ട്. അത് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാം. എന്തെങ്കിലും ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അതിലാണ് JRFൻ്റെ കാറ്റഗറി ഏജ് വൈസ് ആയിട്ടുള്ള റിലാക്സേഷൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ എനിക്ക് നെറ്റ് എഴുതാമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം. പ്ലീസ് ഡൗൺലോഡ് ആൻഡ് റീഡ് കെയർഫുള്ളി ഇത് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ അവർ പറയുന്നുണ്ട്. ഫീ നമ്മൾ നേരത്തെ കണ്ടതാണ്. ആപ്ലിക്കേഷൻ പ്രൊസീജിയർ, ഈ സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് കിട്ടും. ആ നമ്പർ നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവുമെങ്കിലും പലപ്പോഴും ഫോണൊക്കെ നമ്മൾ മാറ്റും, ആ മെസ്സേജൊക്കെ പോകും. എപ്പോഴും നിങ്ങളൊരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യുക. ഡയറിയിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എഴുതി വെക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. എന്തിനൊക്കെയാണ്? അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. അത് ആവശ്യമാണെന്നുള്ളതാണ്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാൻ അത് ആവശ്യമുണ്ട്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമുണ്ട്. ഓരോ കാര്യം നോക്കാൻ ആവശ്യമുണ്ട്. നെറ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ ആവശ്യമുണ്ട്. നെറ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും അത് ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ 1-2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്. അപ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോകരുത്, അത് എഴുതി വെക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് കാൻഡിഡേറ്റിൻ്റെ, അതായത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സൈനും നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നേരത്തെ തന്നെ എടുത്ത് വെക്കുക. ഒരു 80% ഫേസ് ആയിരിക്കണം നിങ്ങളുടെ ഫോട്ടോയിൽ. പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡിയോയിൽ പോയിട്ട് അത് എടുത്തിട്ട് അതിൻ്റെ സോഫ്റ്റ് കോപ്പി തരാൻ പറഞ്ഞാൽ മതി. അവരോട് തന്നെ പറയാം സ്കാൻഡ് ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് 10 KB മുതൽ 200 KB ഉള്ളിലായിരിക്കണം. നമ്മളിപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോ ഒരുപക്ഷെ 8 MB ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. 10 KB മുതൽ 200 KB വരെയുള്ള സൈസിലുള്ളതാക്കി തരാൻ അവരോട് പറയണം. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് സൈസ് കുറയ്ക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, അതിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സ്കാൻഡ് സിഗ്നേച്ചർ, സൈനിൻ്റെ ഒരു സ്കാൻഡ് കോപ്പി വേണം. അത് 4 KB തൊട്ട് 30 KB വരെ ആയിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫീ അടയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യണം. രജിസ്ട്രേഷൻ സമയത്ത് തന്നെ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. പാസ്വേഡിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? 8 മുതൽ 13 ക്യാരക്ടേഴ്സ് ഉണ്ടാകണം. ഒരു അപ്പർ കേസ് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം. ഒരു ലോവർ കേസ് ലെറ്ററും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഒരു ന്യൂമറിക് വാല്യൂ ഉണ്ടായിരിക്കണം. 1 മുതൽ 9 വരെയുള്ള 0 അടക്കമുള്ള ഏതെങ്കിലും ഒരു ന്യൂമറിക് വാല്യൂ ഉണ്ടായിരിക്കണം. പാസ്വേഡിന് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. എക്സ്ക്ലമേഷൻ മാർക്ക്, #, ഡോളർ സൈനോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു സ്റ്റാറോ ആസ്ട്രിക്കോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ റീസെറ്റ് ചെയ്യാനായിട്ടുള്ള പാസ്വേഡ് ഇൻ കേസ് മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ നമ്പർ വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഇമെയിൽ വെച്ചിട്ടൊക്കെയാണ് രജിസ്റ്റർ ചെയ്യുക. അതിലേക്കൊക്കെ എന്ത് വരും? പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ വരും. കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ഒരു ടിക്ക് ബോക്സ് ഉണ്ട് ഇവിടെ. പലർക്കും ഇത്രയൊക്കെ വായിച്ച് കഴിയും ടിക്ക് ബോക്സ് വിട്ടുപോകും. ആ ടിക്ക് ബോക്സ് ചെയ്താലാണ് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് വരിക. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ഞെക്കുക. അപ്പോൾ ഈ ഒരു കാര്യം വരും. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഏതാണ്? ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ്.
ലോഗിൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഐഡന്റിഫിക്കേഷന് പല മെത്തേഡ്സ് ഉണ്ട്. ആധാർ ഐഡന്റിറ്റി പ്രൂഫ് നോക്കാം. പാരൻസിന്റെയോ റിലേറ്റീവിന്റെയോ പോരാ, സ്വന്തം ആധാർ വേണം ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ആധാർ അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം, ഐ ഹാവ് ആധാർ നമ്പർ ആൻഡ് വിഷ് ടു ക്രിയേറ്റ് മൈ ലോഗിൻ യൂസിങ് ആധാർ നമ്പർ. ആധാർ നമ്പർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ട്, ഡിജി ലോക്കർ ഉണ്ടാക്കിയിട്ട് അതുവഴി ചെയ്യാം എന്നുള്ള ഓപ്ഷൻ അടിയിലുണ്ട്. കൂടുതൽ പേരും ആധാർ നമ്പർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഉപയോഗിക്കാം, ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിക്കാം, പാൻ കാർഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആധാർ ഉള്ളവർ ആധാർ സെലക്ട് ചെയ്യുക, അപ്പോൾ തന്നെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യാൻ വരും. അതിൽ OTP ചെയ്യുക. OTP ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, OTP ചെയ്തതിന് ശേഷം ജനറേറ്റ് OTP ഞെക്കുക, അടുത്ത പേജിലേക്ക് പോവുക. ഇപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൂടെ കിട്ടും. ഇതാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ. നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പേ ആയിട്ടുള്ളൂ, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ടില്ല. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പേര് ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യണം. പേര് ഡീറ്റെയിൽസ് ഒക്കെ ഒരുപക്ഷെ അടുത്ത സ്റ്റെപ്പിൽ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് സിറ്റിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏത് സിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഏത് സ്ഥലവും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏത് സിറ്റിയാണ് ചൂസ് ചെയ്യുന്നത്, നിങ്ങൾ JRF ആണോ, PhD എലിജിബിലിറ്റി ആണോ, അതോ നെറ്റ് ആണോ നോക്കുന്നത്. അപ്പോൾ JRF എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുക, നെറ്റ് പ്ലസ് JRF എന്നുള്ളത് തന്നെ ചൂസ് ചെയ്യുക. അത് പിന്നീട് മാറ്റാൻ 12-13 വരെ ടൈം ഉണ്ട് എങ്കിലും നിങ്ങളത് ഇപ്പം തന്നെ കറക്റ്റ് ആക്കിയിട്ട് പോവുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ എവിടെയാണ് PG പഠിച്ചത്, എത്ര മാർക്ക് ഉണ്ടായിരുന്നു, PG പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അതും മാർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫോമിലാണ് വരിക. നിങ്ങൾ മുൻപ് നെറ്റ് പാസ്സായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. BA എവിടെയാണ് ചെയ്തത്, അതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ഇതിലേക്ക് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. സോ ഈ ഒരു ജനുവരിയിൽ നടക്കുന്ന എക്സാമിന് നമുക്ക് ക്രാഷ് കോഴ്സ് ഉണ്ട്. ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ജനുവരി പ്ലസ് ജൂലൈ ബാച്ച് ആയിരിക്കും അടുത്ത എക്സാം. ജൂൺ ജൂലൈ സമയത്തായിരിക്കും. അതും കൂടെ ചേർത്തിട്ടുള്ള ബാച്ച് ആയിരിക്കും. നിങ്ങൾക്ക് 2 എക്സാമിനുള്ള കോച്ചിങ് തരുന്നതായിരിക്കും. സോ ഇതാണ് നമ്മളുടെ സൈറ്റ് എന്ന് പറയുന്നത്. ആ സൈറ്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ugcnet.nta.ac.in. ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സൈറ്റിൽ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സോ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.